പിടിക്കുക. വീണ്ടും കാല് പിടിച്ചിട്ട് നന്നായിട്ട് ഇച്ചിരി കൂടെ സ്ട്രെങ്ത് ചെയ്ത് പിടിക്കുക. പതുക്കെ മേളിലോട്ട് ഇങ്ങനെ പോക്കണം. വീണ്ടും സ്ട്രെങ്ത് ചെയ്യുക, പതുക്കെ വിടുക. അങ്ങനെ ചെയ്യുക. എന്നിട്ട് കാലിന് ഇങ്ങനെ ഒന്ന് അയച്ച് കൊടുക്കുക. കാല് അവിടെ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് അയച്ചു കൊടുക്കണം. നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ വേരിക്കോസ് ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഉള്ള കുറച്ച് വർക്കൗട്ട് സെക്ഷൻ മാറാനുള്ള കുറച്ച് ഫുഡിൻ്റെ ടിപ്സുകളും നമുക്ക് കുറേ വർക്കൗട്ട് സെക്ഷനാണ് ഈ വീഡിയോയിലുള്ളത്. ഫുഡ് നിങ്ങൾ ശരിക്കും എന്ന് പറയുമ്പോൾ രാത്രിയിലെ ഫുഡ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സാലഡോ ആക്കുക. ഉച്ചയ്ക്ക് വരെയുള്ള ഫുഡ് നമുക്ക് ഇച്ചിരി ഡൈജഷനുള്ള കൂടിയ ഫുഡ് കഴിക്കാം. ഉച്ച കഴിയുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് ഫുഡുകൾ കഴിക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, വർക്കൗട്ട് സെക്ഷൻ ചെയ്യുക. കിടക്കുന്നതിന് മുമ്പ് ഇതിനൊരു വർക്കൗട്ട് 5 മിനിറ്റ് നേരം നമ്മുടെ ഭിത്തിയിൽ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടുള്ള ചെയ്യുന്നതാകുന്നു. അപ്പം ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ മധുരം കുറഞ്ഞ ഫ്രൂട്ട്സുകൾ തിരഞ്ഞെടുക്കാം. അങ്ങനെ പല ഫ്രൂട്ട്സുകളുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് നോക്കണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് സ്ട്രെങ്തൻ ആവേണ്ടത്, പിന്നെ നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഭിത്തിയിലോട്ട് ആദ്യം ചാരി നിന്നിട്ട് ഈ കാലിനെ ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ താത്തുക, വീണ്ടും നേരെ പിടിക്കുക, താത്തുക, നേരെ പിടിക്കുക, താത്തുക. ഇത് കാലൊന്ന് ചവിട്ടി കൊടുക്കുക. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ നിന്നിട്ട് ഈ കാല് ചുമ്മാ ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. 1 2 3 4 5 എന്ന് പറഞ്ഞാൽ കാലിനെ അയച്ചു. അതോടൊപ്പം നമ്മുടെ കൈ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ നേരെ മുന്നോട്ട് നടക്കണം. ഇങ്ങനെ 1 2 3 4. അപ്പം നമ്മുടെ കാല് കുത്തി തന്നെ അതുപോലെ തന്നെ പുറകോട്ട് നടക്കുക. ഇതിനെ മാത്രം ബേസ് ചെയ്ത് ചെരിഞ്ഞ് നടക്കുക. എന്നിട്ട് അതുപോലെ നമ്മൾ പുറകോട്ടും ഇങ്ങനെ നടക്കുക. അപ്പോൾ കാല് മാത്രം ഇങ്ങനെ കുത്തി നടക്കുക. എന്നിട്ട് കാലിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർഫ്ലൈ പോസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഭിത്തിയിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഭിത്തിയിൽ നമ്മളിങ്ങനെ ചാരി നിന്നു. എന്നിട്ട് കാലിനെ ഇങ്ങനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് പിടിക്കുക. കാലിന് വീണ്ടും താത്തുക, സ്ട്രെങ്തൻ ചെയ്യുക, താത്തുക. അപ്പോൾ നമുക്ക് പെയിൻ വരുമ്പം കാലൊന്ന് അയച്ചു കൊടുക്കണം. ഭിത്തിയിലോട്ട് നേരെ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് നമ്മുടെ കാലിനെ ഇങ്ങനെ പൊക്കി പിടിക്കുക, താത്തുക, വീണ്ടും പൊക്കി പിടിക്കുക, താത്തുക, വീണ്ടും പൊക്കി പിടിക്കുക, താത്തുക, പൊക്കി പിടിക്കുക, താത്തുക. എന്നിട്ട് അപ്പോൾ കാലിന് നല്ലൊരു പെയിൻ ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ കാല് നിങ്ങളിങ്ങനെ മേളിലോട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചിട്ട് നമ്മുടെ പാദം പുറകോട്ട് തള്ളണം. 1 2 3 4 5 അങ്ങനെ നിന്നിട്ട് പിന്നെ ഈ കാലിങ്ങനെ 1 2 3 4 5 6 7 എന്ന് ചെയ്യുക. കാലിങ്ങനെ പിടിക്കുക. വീണ്ടും കാല് പിടിച്ചിട്ട് നന്നായിട്ട് ഇച്ചിരി കൂടെ സ്ട്രെങ്ത് ചെയ്ത് പിടിക്കുക. പതുക്കെ മേളിലോട്ട് ഇങ്ങനെ പോക്കണം. വീണ്ടും സ്ട്രെങ്ത് ചെയ്യുക, പതുക്കെ വിടുക. അങ്ങനെ ചെയ്യുക. എന്നിട്ട് കാലിനെ ഇങ്ങനെ ഒന്ന് അയച്ച് കൊടുക്കുക. കാല് അവിടെ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് അയച്ചു കൊടുക്കണം. ഇത് നമ്മൾ ഇരുന്നിട്ട് ശലഭാസനം അഥവാ ബട്ടർഫ്ലൈ പോസ്റ്റ് ചെയ്യുക. നേരെ ഇങ്ങനെ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ പിടിക്കുക. നമ്മുടെ കാല് ശരിക്കും ഒന്ന് അയഞ്ഞു വരണം. ഇങ്ങനെ ഒന്ന് അയച്ചുകൊണ്ടിരിക്കുക. ഇവിടെ രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ട് സർക്കുലേഷൻ ഉണ്ടാകാനും വേരിക്കോസ് കുറയാനും വളരെ നല്ലതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ചിലർക്ക് നമുക്കൊരു ബോഡി പെയിനും നമ്മുടെ നട്ടലിന് ഒരു ഇഷ്യൂ കൂടെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങനെ ബോഡി ഇങ്ങനെ ഒന്ന് വലിഞ്ഞിരിക്കുക. തല ഇങ്ങനെ പുറകോട്ട് പിടിച്ച് നമ്മളൊന്ന് അയച്ചു കൊടുക്കണം. അത് കഴിയുമ്പോൾ കാല് നേരെ പിടിക്കുക. ഈ കാല് നേരെ ഒന്ന് വെച്ച് കൊടുത്തു നിവർന്നിരുന്നിട്ട് കാല് നേരെ പുറകോട്ട് പിടിക്കുക. കൈ താഴെ വയ്ക്കുന്നു, വീണ്ടും പുറകോട്ട് പിടിക്കുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം നിങ്ങൾ കാലിൻ്റെയും കൂടി ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് കാലൊന്ന് തിരിച്ച് റൊട്ടേഷൻ ചെയ്യുക. കാലൊന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കാലിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. പൊക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നിങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചു, പതുക്കെ താത്തി ഇങ്ങോട്ട് പൊക്കി പിടിക്കുക, താത്തുക. ഇതൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായ കുറേ വർക്കൗട്ട് സെക്ഷനാണ്. നിങ്ങൾ എണ്ണം കൂട്ടി ചെയ്താൽ മതി. അടുത്ത നമുക്ക് ഒരു കാലം ഇച്ചിരി ഇങ്ങോട്ട് പൊക്കി പിടിക്കണം. പതുക്കെ വിടുക. ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് മാറ്റി പിടിക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ കിടന്നിട്ട് നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാല് രണ്ടും കൂടെ മുട്ട് രണ്ടും കൂടെ നിങ്ങളിങ്ങനെ ഒന്ന് അടുപ്പിച്ച് പിടിച്ചിട്ട് കൈ ഇങ്ങനെ സമാധാനമായിട്ട് വെച്ച് ഒന്നിരിക്കുക. പിന്നെ വീണ്ടും കാല് ജസ്റ്റ് ഒന്ന് ഭിത്തിയിൽ വെച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ ഒന്ന് നിവർത്തി പിടിക്കാവുന്നതാണ്. എന്നിട്ട് പതുക്കെ ഈ കാല് ഇവിടെ ഇങ്ങനെ ഒന്ന് റേസ് ചെയ്യുക. മേളിലോട്ട് പൊക്കി പിടിച്ച്
നിങ്ങൾ ഈ സെക്ഷൻ ഒന്ന് പഠിക്കുക. വളരെ നല്ല രീതിയിൽ നമുക്ക് ഹാഫ് മസിലിന് ബലം കിട്ടും, വേരിക്കോസ് കുറയും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഷുഗറിന് കുറേ ഇതാണ്. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.